ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ മക്കളെ സ്കൂളിൽ പോകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കി. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റൽ. അപ്പോൾ അതങ്ങനെ മാറ്റിക്കണ്. ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിച്ചിക്കണ്. ഇനിയിപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനും കഴുകിയ പാത്രങ്ങളൊന്നും എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ ചോറിന് സൈഡായിട്ടൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൊട്ടാറ്റോ ഭർത്ത എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തുക്കണേ. ആ ഒരു ഓയിൽ തന്നെ ഒരു 5 ഉണക്കമുളകും കൂടിയും ചേർത്തുക്കണേ. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ നോർമലായിട്ടുള്ള ഉണക്കമുളകാണ് കേട്ടോ എടുത്തുക്കണത്. പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയും ആ ഒരു ഓയിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വലിയുള്ളിയും വഴന്ന് വന്നപ്പോൾ അതും ആ പാനിൽ നിന്ന് മാറ്റിക്കണേ. ഇനിയിപ്പോൾ അതിൽക്കൊരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ വേണ്ടത്. തക്കാളി ഇതുപോലെ നല്ലോണം വഴന്ന് വന്നാൽ അതിൻ്റെ ആ ഒരു തൊലി ഇതുപോലെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ തക്കാളിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും പാനിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയും ഉണക്കമുളകും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കണ്. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു ചെറിയ വലിയുള്ളി ചോപ്പ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ കുഴച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിന് കറിയൊന്നും വേണമെന്നില്ല, ഇത് കൂട്ടി കഴിച്ചാൽ മതി. അങ്ങനെ ഇതാ ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ആദ്യം ഗ്യാസ് സോപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തും ചെയ്തിക്കണ്. അങ്ങനെ ക്ലീനിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ചോറ് തിന്നാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പൊട്ടാറ്റോ ഭർത്ത. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇപ്പോൾ ഇതാ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഹാളിലുള്ള ഒരു പ്ലാന്റ് ഇതുപോലെ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലത്തല്ല കേട്ടോ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കേണ്ടത്. കുറച്ചൊരു സൺലൈറ്റ് നല്ലോണം കിട്ടണ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല
ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ കൊടുന്ന് വെച്ചിക്കണ്. അപ്പോഴാണ് കേട്ടോ ലിവിങ് റൂമിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറച്ച് പൊടിയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യാൻ ഇന്ന ടൈം എന്നൊന്നുമില്ല കേട്ടോ, രാവിലെ തന്നെ ക്ലീൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ അങ്ങനെ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. ഞാൻ വൈകുന്നേരം പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വന്നപ്പോഴാണ് കേട്ടോ അവിടെ അങ്ങനെ ചെറുതായിട്ട് പൊടി കണ്ടത്. അവിടെ ഞാൻ ഡെയിലി തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ പോയ കാരണം അതുപോലെ പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്നാൽ ഇതാ ഈവനിങ് സ്നാക്കായിട്ട് മോമോസാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കണില്ല. അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചൂടായി വന്നപ്പോൾ ഒരു 1/2 ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലോണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതും ഉപ്പും കൂടി ചേർത്തിട്ട് അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് അങ്ങനെ വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി കേട്ടോ. അതിലേക്ക് ഞാനൊരു 4 ബോൺലെസ് പീസായിട്ടുള്ള ചിക്കന് ഇതുപോലെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണ്. പിന്നെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് സോയ സോസും കൂടി ചേർത്തിട്ട് എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ മോമോസിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടോ. പിന്നെ ഈ ഒരു മോമോസ് നമുക്ക് എണ്ണയിൽ വഴറ്റാതെ ഉണ്ടാക്കാം, പക്ഷേ എണ്ണയിൽ വഴറ്റുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ വേണ്ടാത്തവർക്ക് നമ്മൾ സാധാ മോമോസ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ മോമോസൊക്കെ ഷേപ്പാക്കിയിട്ട് എടുത്തിക്കണ്. മോമോസ് ഷേപ്പാക്കണില്ല അത്ര എക്സ്പെർട്ട് അല്ലാത്ത കാരണം സിമ്പിളായിട്ടൊരു ഷേപ്പാക്കി എടുത്തിക്കണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ മോമോസൊക്കെ റെഡിയായി. നല്ല ചില്ലി ഓയിലൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ മോമോസ് കഴിക്കണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.